ഞാൻ രേഖ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ രസമാണ്. അതിന് വേണ്ടിയിട്ട് 15 ചെറിയ ഉള്ളി, 1/2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്, 5 വെളുത്തുള്ളി, 2 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവ് അധികം വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം. 1 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് കറിവേപ്പില, ഞാനൊരു 4 കറിവേപ്പില എടുത്തിട്ടുള്ളൂ. 2 തക്കാളിക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുകയാണ്. കുറച്ച് മല്ലിയില. ഇതൊന്ന് ചതച്ചെടുക്കുകയാണ്, നന്നായിട്ട് അരയാൻ പാടില്ല. ചതച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു ചീനിച്ചട്ടി അടപ്പത്ത് വെച്ച് കടുക് ഇറക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 1 വറ്റൽമുളകും, കുറച്ച് കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം. ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന, അതായത് ചതച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് ഒന്ന് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, കുറച്ച് കായപ്പൊടി ഇത്രയും ചേർത്ത് എണ്ണ തെളിയുന്നിടം വരെ ഇളക്കുക. അതെല്ലാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ആവശ്യത്തിന് വഴണ്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തുമരപ്പരിപ്പ് വേവിച്ചത് ചേർത്തിളക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. എത്രമാത്രം കുറുകണം അല്ലെങ്കിൽ എത്രമാത്രം ലൂസായിട്ട് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർക്കുക. തിളയ്ക്കുന്നിടം വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുകയാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. ഞാൻ അടുപ്പത്ത് നിന്നും വാങ്ങി. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുകയാണ്. ഒരു ടേസ്റ്റി ആയിട്ടുള്ള രസമാണ്. താങ്ക് യു.